ഹലോ എവരിവൺ, നമ്മുടെ എക്സ്ക്രീഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിനകത്തിലെ റെസ്പിറേഷൻ എന്ന് പറയുന്ന പാർട്ട് കഴിഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ എക്സ്ക്രീഷൻ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം ഒക്കെ ആയിരുന്നു പറഞ്ഞില്ലേ. അപ്പൊ അതിനകത്തില് നമ്മൾ പറഞ്ഞു നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ബ്ലഡ് ഫിൽറ്റർ ചെയ്യാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ രക്തം അരിക്കാൻ സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ അരിച്ചുണ്ടാകുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, എക്സ്ക്രീഷൻ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ കിഡ്നിക്കകത്തില് ബ്ലഡിന്റെ ഫിൽട്രേഷൻ അല്ലെങ്കിൽ അരിക്കൽ നടക്കുന്നുണ്ട് അല്ലെ. ആ അരിക്കലിനെ സഹായിക്കുന്ന അൾട്രാ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ സൂക്ഷ്മ അരിപ്പുകൾ എവിടെയുണ്ട്, നമ്മുടെ കിഡ്നീസിലുണ്ട്. ആ സൂക്ഷ്മ അരിപ്പുകളെ അല്ലെങ്കിൽ അൾട്രാ ഫിൽറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നെഫ്രോൺസ് അല്ലെ. നെഫ്രോണുകൾ, അതായത് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നീസ്. വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, നെഫ്രോൺസ്. അപ്പൊ ഇന്ന് നമ്മൾ നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് ഈ നെഫ്രോണ് നമ്മുടെ അരിക്കലിനെ സഹായിക്കുന്നത്, അതിനായിട്ട് എന്തെല്ലാം സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ എന്തെല്ലാം പാർട്സ് അതിനകത്തിലുണ്ട് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ, നെഫ്രോണിന്റെ ഘടന. നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അൾട്രാ ഫിൽറ്റേഴ്സ് ആണ് അല്ലെ, അല്ലെങ്കിൽ സൂക്ഷ്മ അരിപ്പകളാണ്. അതായത് തീരെ ചെറിയ സ്ട്രക്ചേഴ്സ് ആണ് ഏതെന്ന് പറയുന്നത് നെഫ്രോൺസ്. അപ്പൊ ഈ നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ നെഫ്രോൺസിന്റെ അറ്റത്ത്, അതായത് ഒരു അറ്റത്ത് ഒരു കപ്പിലേക്ക് പാർട്ടുണ്ട്. കപ്പിലേക്ക് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. അതായത് നെഫ്രോണിന്റെ ഒരു എൻഡിൽ, ഒരു അറ്റത്ത് ഒരു കപ്പിലേക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ കപ്പിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇനി അതുപോലെ തന്നെ ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും പുറത്തോട്ട് ഒരു ലോങ് ട്യൂബ്യൂൾ വരും, അതായത് നീളമുള്ള ഒരു കുഴൽ വരും. അതിനെ വിളിക്കുന്ന പേരാണ് റീനൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ വൃക്കാനളിക എന്ന് പറയും. അതായത് നെഫ്രോണിന്റെ ഒരു എൻഡില് ഒരു കപ്പിലേക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് ഒരു ലോങ് ട്യൂബ്യൂൾ വരും, നീളമുള്ള ഒരു കുഴൽ വരും. അതിനെ വിളിക്കുന്ന പേര് റീനൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ വൃക്കാനളിക. ഇനി ഈ വൃക്കാനളിക കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റീനൽ ട്യൂബ്യൂൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ട്യൂബിലേക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് കളക്ടിംഗ് ഡക്ട് അല്ലെങ്കിൽ ശേഖരണ നാളി. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്കാണ് ബ്ലഡ് എന്ത് ചെയ്യുന്നത്, അരിക്കാനുള്ള ബ്ലഡ് വരുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ കിഡ്നിക്കുള്ളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആരാണ്, റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനിയാണ് അല്ലെ. ആ റീനൽ ആർട്ടറി എന്ത് ചെയ്യുന്നു, ആ ബ്ലഡിനെ നമ്മുടെ കിഡ്നിക്കകത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇനി കിഡ്നിക്കകത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി എന്ന് പറയുന്നത് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് മാറും. അതായത് നമ്മൾ പറഞ്ഞു ഓരോ കിഡ്നിക്കകത്തിലും 12 lakhs, അതായത് 12 ലക്ഷത്തോളം നെഫ്രോൺസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഓരോ നെഫ്രോണിനകത്തിലേക്കും എന്ത് കൊണ്ടുപോകണം, ബ്ലഡ് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റീനൽ ആർട്ടറിയെ കൊണ്ട് പറ്റില്ല അല്ലെ. അപ്പൊ ആ റീനൽ ആർട്ടറി അല്ലെങ്കിൽ വൃക്കാധമനി എന്ന് പറയുന്നത് വീണ്ടും ബ്രാഞ്ചസ് ആയിട്ട് മാറും. ആ ബ്രാഞ്ചസിനെ വിളിക്കുന്ന പേരാണ് അഫറന്റ് വെസൽ എന്ന് വിളിക്കും. എന്താണ് അഫറന്റ് വെസൽ? അപ്പൊ ഈ റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചായ അഫറന്റ് വെസൽ എവിടേക്ക് എൻട്രി ചെയ്യുന്നു, എവിടേക്ക് പ്രവേശിക്കുന്നു, ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് പ്രവേശിക്കുന്നു. അപ്പൊ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ച് ഏതാണ്, അഫറന്റ് വെസൽ. ഓക്കെ, അഫറന്റ് വെസലിൽ കൂടിയാണ് ഫിൽറ്റർ ചെയ്യാനുള്ള ബ്ലഡ് എവിടേക്ക് എത്തുന്നത്, ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തുന്നത്. ഇനി ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അഫറന്റ് വെസൽ വീണ്ടും എന്ത് ചെയ്യും, ധാരാളം കാപ്പിലറീസ് ആയിട്ട് പിരിയും. അതായത് വീണ്ടും ചെറിയ ചെറിയ രക്തലോമികകളായിട്ട് മാറും. അങ്ങനെ ആ ബ്ലഡ് കാപ്പിലറീസ് ചേർന്ന് ഫോം ചെയ്യുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ് എന്ന് വിളിക്കും. അപ്പൊ ഈ ഗ്ലോമറുലസ് എവിടെയാണ് കാണപ്പെടുന്നത്, ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലാണ് അല്ലെ. അതായത് ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ അഫറന്റ് വെസലിന്റെ ബ്രാഞ്ചസ് ഇല്ലെ, അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസ് വന്ന് ഫോം ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്, ഗ്ലോമറുലസ്. അപ്പൊ ഈ ഗ്ലോമറുലസിനുള്ളിലാണ് ബ്ലഡിന്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. ഇപ്പൊ ഈ ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിൻ വാൾഡ് ആണ്. ഇനി അതുകൂടാതെ തന്നെ അതിനകത്ത് ധാരാളം പോർസ്, സുഷിരങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ സുഷിരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യാൻ ആർക്ക് സാധിക്കും, ഈ ഗ്ലോമറുലസിന് സാധിക്കും. അപ്പൊ ഈ ഗ്ലോമറുലസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അഫറന്റ് വെസലിന്റെ ബ്രാഞ്ചസ് ആയിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസ് ചേർന്നിട്ടാണ്. അപ്പൊ ഈ ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റ് എല്ലാം കൂടി ഇതുവഴി കടന്നു പോകും, റീനൽ ട്യൂബ്യൂളിലൂടെ കടന്നു പോകും. എന്നിട്ട് അത് അവസാനം എവിടേക്ക് എത്തിച്ചേരുന്നു, കളക്ടിംഗ് ഡക്റ്റിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള ബ്ലഡ് പുറത്തു പോകണം അല്ലെ. ആ ബ്ലഡ് പുറത്തു പോകുന്ന ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് ഇഫറന്റ് വെസൽ എന്ന് വിളിക്കും. അപ്പം അഫറന്റ് വെസലിലൂടെയാണ് ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് ബ്ലഡ് വരുന്നത്. ഇനി ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള ബ്ലഡ് പുറത്തേക്ക് പോകുന്നത് ഇതുവഴിയാണ്, ഇഫറന്റ് വെസലിലൂടെയാണ്.
ഈ എഫറന്റ് വെസൽ എന്ന് പറയുന്നത് ഏതിന്റെ ബ്രാഞ്ചാണ്? റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിരയുടെ ബ്രാഞ്ചാണ്. അതായത് നമുക്കറിയാം ഈ എഫറന്റ് വെസലിലൂടെ ബ്ലഡ് എവിടേക്ക് കടക്കുന്നു? റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിരയിലേക്ക്. വൃക്കാസിരയാണ് കിഡ്നിയിൽ നിന്നും ബ്ലഡിനെ എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് കൊണ്ടുപോകുന്നത് അല്ലെ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഫിൽറ്റേർഡ് ബ്ലഡ് അല്ലെങ്കിൽ അരിക്കപ്പെട്ടതിന് ശേഷമുള്ള ബ്ലഡ് ഇഫറന്റ് വെസലിലൂടെ കടന്നു പോകുന്നു. ഇനി ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റ് ഇല്ലേ, അതായത് ആ ബ്ലഡിൽ നിന്നും വേസ്റ്റ് ഉണ്ടാകും. ആ വേസ്റ്റ് എല്ലാം കൂടി ഏതുവഴി കടന്നു പോകുന്നു? റീനൽ ട്യൂബ്യൂളിലൂടെ കടന്നു പോകുന്നു. കടന്നു പോകുന്ന സമയത്ത് ആ വേസ്റ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ നല്ല പദാർത്ഥങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പദാർത്ഥങ്ങളെ എല്ലാം എന്ത് ചെയ്യും? ബ്ലഡ് റീഅബ്സോർവ് ചെയ്യും. അതുപോലെ തന്നെ വേണ്ടാത്തതിനെയൊക്കെ എന്ത് ചെയ്യും? കളയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ അവസാനം വേണ്ടാത്ത മെറ്റീരിയൽസ് എല്ലാം കൂടെ ചേർന്ന് എന്ത് ഫോം ചെയ്യും? യൂറിൻ ഫോം ചെയ്യും. അപ്പൊ ആ യൂറിൻ എന്ന് പറയുന്നത് എവിടെ എത്തുന്നു? കളക്ടിംഗ് ഡക്റ്റിലേക്ക് എത്തുന്നു. ദെൻ കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും അത് പെൽവിസിലേക്ക് എത്തുന്നു. പെൽവിസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്, യുറീറ്റർ അല്ലെങ്കിൽ മൂത്രവാഹിയുടെ തുടക്ക ഭാഗത്തെയാണെന്ന് വിളിക്കുന്നത് പെൽവിസ്. അപ്പൊ ഈ കളക്ടിംഗ് ഡക്റ്റ് അല്ലെങ്കിൽ ശേഖരണ നാളി എവിടേക്കാണ് തുറക്കുന്നത്? പെൽവിസിലേക്കാണ്. പെൽവിസിൽ നിന്ന് യൂറിൻ എന്ത് ചെയ്യും? യുറീറ്റർ വഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ പറയുന്നത് അല്ലെ. അതായത് നെഫ്രോണിന്റെ ഒരറ്റത്ത് ഒരു കപ്പിലേക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ചസ് ഏതാണ്? അഫറന്റ് വെസല് കടന്നു വരുന്നു. ഈ അഫറന്റ് വെസലാണ് ബ്ലഡിനെ എവിടേക്ക് എത്തിക്കുന്നത്? ബൊമാൻസ് ക്യാപ്സ്യൂളിലേക്ക് എത്തിക്കുന്നത്. ദെൻ ഈ അഫറന്റ് വെസൽ വീണ്ടും മൈന്യൂട്ട് ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറിയിട്ട് ഒരു റീജിയൻ ഫോം ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേര് ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് ആണ് ഫിൽട്രേഷൻ ഓഫ് ബ്ലഡിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ബ്ലഡിനെ അരിക്കുന്ന ആരാണ്? ഗ്ലോമറുലസ് ആണ്. ഇനി അരിച്ചതിന് ശേഷമുള്ള ബ്ലഡ് പുറത്തേക്ക് പോകുന്ന ബ്ലഡ് വെസൽ ഏതാണ്? ഇഫറന്റ് വെസലാണ്. ഇഫറന്റ് വെസൽ എന്ന് പറയുന്നത് ഏതിന്റെ ബ്രാഞ്ചാണ്? റീനൽ വെയിൻ അല്ലെങ്കിൽ വൃക്കാസിരയുടെ ബ്രാഞ്ചാണ്. ദെൻ ഫിൽറ്റർ ചെയ്തതിന് ശേഷം വേസ്റ്റ് എല്ലാം കൂടി റീനൽ ട്യൂബ്യൂളിലൂടെ കടന്നു പോകും. റീനൽ ട്യൂബ്യൂളിലൂടെ അത് എവിടേക്ക് എത്തുന്നു? കളക്ടിംഗ് ഡക്റ്റിലേക്ക് എത്തുന്നു. അപ്പൊ വേസ്റ്റ് അവസാനം വേണ്ടാത്ത വേസ്റ്റ് എല്ലാം കൂടി ആയിരിക്കും എവിടേക്ക് എത്തുന്നത്? കളക്ടിംഗ് ഡക്റ്റിലേക്ക് എത്തുന്നത്. കളക്ടിംഗ് ഡക്റ്റിൽ നിന്നും അത് എവിടേക്ക് പോകുന്നു? യുറീറ്ററിന്റെ തുടക്ക ഭാഗമായ പെൽവിസിലേക്ക് എത്തുന്നു. അപ്പൊ ഇതാണ് നെഫ്രോണിന്റെ സ്ട്രക്ചർ. ഇനി എങ്ങനെയാണ് നെഫ്രോൺ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. അതായത് യൂറിൻ ഫോർമേഷൻ നമുക്കറിയാം. നെഫ്രോൺസ് എന്ന് പറയുന്നത് എന്തിന്റെ ഫോർമേഷൻ സഹായിക്കുന്നതാണ്? യൂറിൻ ഫോർമേഷൻ അല്ലെ. അതായത് ബ്ലഡ് ഒക്കെ ഫിൽറ്റർ ചെയ്തതിനു ശേഷം വേസ്റ്റ് എല്ലാം കൂടെ ചേർന്ന് യൂറിൻ ഫോം ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? നെഫ്രോൺ അല്ലെ. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.